പ്രവീണ, രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ചില നേതാക്കൾ എന്തായാലും ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഉറപ്പിക്കാവുന്നതല്ലേ? ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് അകമ്പടിയായി രാഹുൽ മാങ്കൂട്ടത്തിന് ഒപ്പം സഭയിലേക്ക് എത്തുന്ന കാഴ്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൂടിയാണല്ലോ. അപ്പോൾ എങ്ങനെയായിരിക്കും ഇന്നിപ്പോൾ നേതൃയോഗത്തിൽ കാര്യങ്ങൾ ആലോചിക്കുക, ചർച്ചകൾ ഉയരുക? ഹസൻ, കൃത്യമായ പരാതികളുടെ അതുപോലെ തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ്, നിയമസഭാ കക്ഷി നേതാവ് രാഹുലിനെതിരെ നടപടി ആവശ്യപ്പെടുകയും സഭയിലേക്ക് എത്തിയാൽ അത് പ്രതിപക്ഷത്തിന്റെ എല്ലാ പോർമുഖങ്ങളും അടച്ചുകൊണ്ടായിരിക്കും എന്നുള്ള നിലപാടെടുക്കുകയും ചെയ്തത്. പക്ഷേ രാഹുലിന്റെ വരവ് അത് വി.ഡി. സതീശന്റെ മുഖത്തേറ്റ പ്രഹരമായിരുന്നു. ആ പ്രഹരമേൽപ്പിക്കാൻ ഒപ്പം നിന്നത് വി.ഡി. സതീശന് ചുറ്റുമിരിക്കുന്ന ചില നേതാക്കളാണ് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. കാരണം വി.ഡി. സതീശനൊപ്പം നിന്ന് ഇടയ്ക്ക് ഈ പറയുന്ന രാഹുൽ എന്ന് പറയുന്ന ആരോപണ വിധേയന് എല്ലാ തരത്തിലുമുള്ള സംരക്ഷണം നൽകുന്ന നിലപാടാണ് എ ഗ്രൂപ്പിലെ അടക്കം മുതിർന്ന നേതാക്കളും യുവ നേതാക്കളും സ്വീകരിച്ചത്. അവരുടെ കൂടി ഉപദേശം തേടിക്കൊണ്ടാണ് രാഹുൽ സഭയിലേക്ക് എത്തിയത്. ചുരുക്കത്തിൽ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പലതരത്തിലുള്ള ഗ്രൂപ്പ് ചരടുവലിയുടെ ഏറ്റവും ഒടുവിലെത്തി ഇരയായത് ഇവിടെ വി.ഡി. സതീശനാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള ആരോപണ വിധേയനായ എം.എൽ.എ സഭയിലെത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നേർക്ക് ഒരു അടി കൊടുക്കുകയാണ് മറ്റു നേതാക്കൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ KPCC അത്രയധികം നീരസം കൊണ്ട വി.ഡി. സതീശൻ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചതുമില്ല. അദ്ദേഹത്തോട് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത് താങ്കളുടെ നിലപാടിനേറ്റ പ്രഹരമല്ലേ എന്നുള്ള ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടാതെയാണ് പോയത്. അദ്ദേഹം കടുത്ത അമർഷത്തിലുമായിരുന്നു. നേതൃയോഗത്തിൽ എന്തായാലും എന്തുകൊണ്ടാണ് താൻ നിലപാട് സ്വീകരിച്ചതെന്ന് തൻ്റെ കയ്യിലുള്ള പരാതികൾ, അത് മുതിർന്ന ഉദ്യോഗസ്ഥരടക്കമുള്ള 60-ന് മുകളിലുള്ള സ്ത്രീകളുടെ പരാതികളടക്കം തൻ്റെ കയ്യിലുണ്ട്. അതിൽ ലൈംഗിക വൈകൃതം, അത് ലൈംഗിക ആരോപണം മാത്രമല്ല ലൈംഗിക വൈകൃതം കൂടിയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള പരാതികളുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകളടക്കം അത് പേരുകൾ, അതായത് പരാതിക്കാരുടെ പേരുകളൊന്നും വ്യക്തമാക്കാതെ തന്നെ വ്യക്തമാക്കുമെന്നുള്ളത്, ഈ പരാതികൾ എന്താണെന്നുള്ളത് വ്യക്തമാക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ രാഹുലിനൊപ്പം ചേർന്ന് തന്നെ അടിച്ചിരുത്താൻ നോക്കിയവർക്ക് തിരികെ നൽകുന്ന ഒരു പ്രഹരമായി അത് മാറി. പ്രവീണ, പക്ഷേ ഈ അഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കുന്നതിലൂടെ എന്താണ് നേതൃത്വം ഉദ്ദേശിക്കുന്നത് എന്നുള്ള പ്രശ്നമുണ്ടല്ലോ. അതായത് ഇപ്പോൾ KPCC പ്രസിഡന്റ് ആണെങ്കിൽ കൂടി പഴയ MV രാഘവന്റെ കഥ പറഞ്ഞിട്ട് പ്രതിരോധിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ സ്വാഭാവികമായും തോന്നുന്ന സംശയം, ഇപ്പോൾ KC വേണുഗോപാലിനെ പോലെ വളരെ കൃത്യമായി സംസ്ഥാന രാഷ്ട്രീയത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രൂപ്പ് ഏതാണെന്ന് കോൺഗ്രസിന്റെ ഒരു പതിവ് രീതി വെച്ച് വേണമെങ്കിൽ അതങ്ങനെ നിലനിൽക്കുന്നില്ലെങ്കിൽ കൂടി അങ്ങ് ചോദിച്ചാൽ ഒരു KC ഗ്രൂപ്പ് എന്ന മട്ടിൽ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ KCക്ക് കീഴിൽ സംഘടനയൊന്നാകെ മറ്റൊരു തരത്തിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആണ് നേമം ഷജീറിനെയൊക്കെ നമ്മൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അകമ്പടിക്കാരനായി കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത് അവിടെ മുതൽ, ഡൽഹി മുതൽ അറിഞ്ഞല്ലാതെ ഇതൊക്കെ സംഭവിക്കും എന്ന് കരുതാനാവുമോ? ഒരിക്കലും കരുതാനാകില്ല. കോൺഗ്രസിന്റെ ചില ചരിത്രങ്ങൾ ആവർത്തിക്കുകയാണെന്ന് സംശയം തോന്നും. കാരണം കോൺഗ്രസിലെ പല പ്രമുഖരെ ഈ പറഞ്ഞ ഇപ്പോൾ നേതൃസ്ഥാനത്തിരിക്കുന്ന, പല നേതൃസ്ഥാനവും വഹിക്കുന്ന നേതാക്കൾക്കെതിരെ വലിയ തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങൾ സോളാർ സമയത്ത് ഉയർന്നു കേട്ടിരുന്നു. സ്വാഭാവികമായും അന്നും ഉണ്ടായിരുന്നു ആരോപണങ്ങൾ. പക്ഷെ ആ ആരോപണങ്ങൾ പോലെ അല്ല ഇപ്പോൾ ഉയർന്നത് എന്നുള്ള സാമാന്യ ബോധം പോലും നേതാക്കൾക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും നേതൃത്വം മുഴുവൻ അറിഞ്ഞു തന്നെയാണ്. അതിലൊരു പക്ഷേ എതിർപ്പ് പ്രകടിപ്പിച്ചത്, നീരസം അറിയിച്ചത് വി.ഡി. സതീശൻ എന്നുള്ള നേതാവ് മാത്രമായിരിക്കും. ബാക്കിയുള്ള എല്ലാവരും മൗനസമ്മതമായിരുന്നു. കാരണം രാഹുലിനെ തിരിച്ചു വരേണ്ടത് അനിവാര്യതയാണ്. എന്ത് അനിവാര്യത എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഇനി അദ്ദേഹം ചെയ്തുകൊള്ളുന്നതെന്ന് ഞങ്ങൾക്ക് ഏറ്റെടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞൊഴിയാനുള്ള ഒരു സെന്റൻസും കൂടി പഠിച്ചു വച്ചിട്ടാണ് ഈ പറയുന്നത്. പക്ഷേ ഈ പറയുന്നത് പോലെ നേതാക്കളുടെ ഈ നിലപാടിൽ തങ്ങൾക്കേറ്റ അടി അത് മനസ്സിൽ കണ്ടുകൊണ്ട് മറ്റൊരാൾക്ക് ഏൽക്കണ്ട എന്നുള്ളതാണോ എന്ന് ചോദിക്കേണ്ട പല നേതാക്കളും പാർട്ടിയിലുണ്ട്. അപ്പോൾ അവരുടെ സപ്പോർട്ട് കൂടി കൊണ്ടാണ് രാഹുൽ എന്തായാലും സഭയിലേക്ക് എത്തിയത്. സഭയിലേക്ക് എത്തുന്നത് മാത്രമല്ല, പാർട്ടിയുടെ എല്ലാ പ്രതിരോധങ്ങളെയും അടച്ചാക്ഷേപിക്കും പോലെ, പാർട്ടിയുടെ നിലപാടിനെ വെല്ലുവിളിക്കും പോലെയുള്ള നിലപാടായിരുന്നു. എന്തായാലും പാർട്ടി യോഗത്തിൽ ഒരു പക്ഷമെങ്കിലും രാഹുലിനെതിരെ തിരിയുമെന്ന് ഉറപ്പാണ്. എന്തായാലും പാർട്ടി യോഗത്തിന് ശേഷം ഇതിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ് നേതൃത്വം ഇതിൽ പക്ഷം ചേർന്നിരിക്കുന്നത് എന്നതിലടക്കം ഒരു വ്യക്തത കൈവരും എന്ന് കരുതാം. പ്രവീണയാണ് വിവരങ്ങൾ നൽകിയത് ഇന്ദിരാഭവനിൽ നിന്ന്.